നമസ്തേ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി സിനിമാ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. സുഡാനി ഫ്രം നൈജീരിയ, KL10 എന്നിങ്ങനെ ആദ്യം കുറച്ച് സിനിമകളിൽ തുടങ്ങി പിന്നീട് വാര്യൻ കുന്നനിലേക്ക് വന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഫണ്ടിംഗ് തുടങ്ങിയതോടെ മട്ടാഞ്ചേരി ഗ്യാങ് ഉയർന്നു വരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് തിലകൻ വിശേഷിപ്പിച്ച ദിലീപ് കേസിൽ ഉൾപ്പെട്ട് വീണ്ടുപോകുന്നു. പൃഥ്വിരാജ് ഉൾപ്പെടെ ദിലീപിനെതിരെ ശക്തമായി വിമർശനം ഉന്നയിക്കുന്നു. ഇനി വീഴാനുള്ളത് മോഹൻലാൽ എന്ന മഹാമേരുവാണ്. പിന്നെ നിങ്ങൾ കാണുന്നത് മലയാളത്തിൽ ഇസ്ലാമിക് ഫണ്ടിങ്ങോടെ ഉയർന്നു വന്ന ഓൺലൈൻ പോർട്ടലുകളായ അഴിമുഖം, ഡൂൾ, ട്രൂ കോപ്പി, തിങ്ക്, ദ ക്യൂ എന്നിവയിലെല്ലാം ദിവസത്തിലൊന്ന് എന്ന കണക്കിൽ പഴയ മോഹൻലാൽ സിനിമകളിലെ സവർണതയും ജാതീയതയും എന്ന പേരിൽ ലേഖനങ്ങൾ വരുന്നു. മഹേഷിന്റെ പ്രതികാരത്തിൽ പോലും ലാലേട്ടൻ വർമ്മ നായർ കഥാപാത്രങ്ങളെ മാത്രമേ അവതരിപ്പിക്കൂ എന്ന മുനവച്ച സംസാരം കടന്നുവരുന്നു. അമ്മ എന്ന സംഘടനയ്ക്ക് നേരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതിനെ ഫ്യൂഡൽ സമ്പ്രദായമെന്ന് അധിക്ഷേപിക്കുന്നു എന്നു മാത്രമല്ല, അതിൽ സ്ത്രീ വിരുദ്ധത ആരോപിച്ച് WCC എന്ന സംഘടന വരുന്നു. ഫെഫ്കയ്ക്ക് പകരമായി ആഷിഖ് അബുവിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന നിലവിൽ വരാനുള്ള ശ്രമം നടക്കുന്നു. മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലൻ പോലും യഥാർത്ഥ കഥ അറിയാതെ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക ചിത്രം പുറത്തിറങ്ങുന്നു. പടം പൊട്ടിയ സാമ്പത്തികമായി തകരുന്നത് മോഹൻലാലും ഗോകുലം ഗോപാലനും. പടം വിജയിച്ചാൽ സാമൂഹികമായി തകരുന്നത് മോഹൻലാലും ഗോകുലം ഗോപാലനും. ഔട്ട്കം എന്തായാലും വിജയം ഇസ്ലാമിസ്റ്റുകൾക്ക്. മോഹൻലാലിന്റെ ക്രെഡിബിലിറ്റി നഷ്ടമാകുന്നതോടെ മട്ടാഞ്ചേരി ഗ്യാങ് സിനിമാ വ്യവസായത്തിന്റെ തലപ്പത്തേക്ക് എത്തുകയും ചെയ്യും. സംഖ്യകൾ കുത്തിയിരുന്ന് പോസ്റ്റ് ഇട്ടതുകൊണ്ട് മോഹൻലാലും ഗോകുലം ഗോപാലനും ജസ്റ്റ് എസ്കേപ്പ്. എമ്പുരാൻ സിനിമയെക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, CAA പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ ഏതോ സ്കൂളിലെ നന്നേ ചെറിയ പ്രായത്തിലുള്ള മുസ്ലിം വിദ്യാർത്ഥിനികൾ നരേന്ദ്രമോദി ഇന്ത്യ നിന്റെ തന്തയുടെ വകയില എന്ന ബാനറും പിടിച്ച് പ്രകടനം നടത്തിയത്. അന്ന് അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടത് PFI ആയിരുന്നു. നോക്കൂ, അതേ ഡയലോഗാണ് പൃഥ്വിരാജ് ജനഗണമന എന്ന സിനിമയിലെ മാസ് ഡയലോഗായിട്ട് ഉപയോഗിച്ചത്. എമ്പുരാൻ സിനിമയിൽ NIA, ഇന്റലിജൻസ് ബ്യൂറോ അതായത് IB എന്നീ ദേശീയ ഏജൻസികളെ വില്ലന്മാരാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. സത്യത്തിൽ ചിത്രത്തിന്റെ കഥ ഈ ഏജൻസികളെ കഥാപാത്രങ്ങളായി ആവശ്യപ്പെടുന്നത് പോലുമില്ല. എന്നിട്ടും വെറുതെ ഒരു IB ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ച് അയാളെ കേന്ദ്രമന്ത്രിയുടെ കൂട്ടുകാരനായി ചിത്രീകരിച്ച് ഒടുവിൽ കൊന്നുകളയുന്നു. ചിത്രത്തിൽ പ്രിയദർശിനി രാംദാസ് മുഖ്യമന്ത്രിയാകാം എന്ന് സമ്മതിക്കുന്ന അതേ നിമിഷത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി എത്തുകയാണ്. കള്ളപ്പണക്കേസാണ്. കള്ളപ്പണക്കേസുകൾ അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ ED ആണെന്ന മുരളി ഗോപിക്കും പൃഥ്വിരാജിനും അറിയാത്തതല്ല. പക്ഷേ സിനിമയിൽ NIA ആണ് വരുന്നത്. അവരുടെ തടങ്കൽ പാളയത്തിലാണത്രേ പ്രിയദർശിനി രാംദാസിനെ പിന്നീട് പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെയും വില്ലിഫൈ ചെയ്ത് കാണിക്കുന്നു. ഇനി ആലോചിച്ചു നോക്കിയേ, ഇന്ത്യയിൽ NIA, IBക്കെതിരെ ഒന്നും കോൺഗ്രസുകാർ പോലും എതിർത്ത് പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ആരാണ് ഈ ഏജൻസികളെ എതിർക്കുന്നത്? ഇസ്ലാമിസ്റ്റുകൾ. പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്തും SDPI ഓഫീസുകളിൽ റെയ്ഡ് നടക്കുമ്പോഴുമൊക്കെ NIA ആണല്ലോ വരാറുള്ളത്. ആർക്കു വേണ്ടിയാണ് ചിത്രത്തിൽ ഈ ഏജൻസികളെ വില്ലന്മാരാക്കിയതെന്ന് മനസ്സിലായല്ലോ. സംഘപരിവാർകാരെ അങ്ങ് താറടിച്ചിരിക്കുകയാണ് സിനിമയിൽ. ഡാം തകർക്കണമെന്ന് പറയുന്ന സംഘി, സ്വന്തം അമ്മായിയെ ഒറ്റ വെടിക്ക് തീർത്തിട്ട് അവരെ നിലത്തിട്ട് പിന്നെയും ചവിട്ടുന്ന സംഘി, കേരളം പിടിച്ചെടുത്ത മയക്കുമരുന്നും കള്ളപ്പണവും കേരളത്തിലെ തുറമുഖങ്ങൾ വഴി കടത്തണമെന്ന് പറയുന്ന സംഘി. സത്യത്തിൽ ഈ ഡാം തകർക്കുമെന്ന് പറഞ്ഞത് ആരാണ്? 2018 മറ്റോ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് പാൻ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകൾ മുല്ലപ്പെരിയാർ ഡാം ബോംബ് വയ്ക്കാൻ സാധ്യതയുണ്ടെന്നും അതിന് കേന്ദ്ര സേനയുടെ പ്രൊട്ടക്ഷൻ വേണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടത്. അതും സംഖ്യകളുടെ തലയിലിട്ടു. ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞു കേട്ടത് അദ്ദേഹത്തിന്റെ പ്രൊജക്ടുകളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ഉള്ള സ്ഫിയറിലാണ് അയാൾ ഇപ്പോൾ ഉള്ളതെന്ന്. ഇന്നലെ നോക്കിയപ്പോൾ പോസ്റ്ററിൽ നിന്ന് മോഹൻലാലും ആശീർവാദും ഗോകുലം ഗോപാലനും ആവട്ടെ. പൃഥ്വിരാജ് പറയാതെ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഈ പടത്തിന് ആക്ച്വലി ഫണ്ട് ചെയ്യുന്നത് ഇവരൊന്നുമല്ല. എനിക്ക് പണി കിട്ടിയാൽ തിരിച്ചും പണി വരും. ആശീർവാദും ഗോകുലവുമല്ല ഫണ്ടിംഗ് എന്ന് വന്നാൽ പിന്നെ അന്വേഷണം അവർക്ക് നേരെയും നീളുമല്ലോ. Yes, Emburan is the biggest Islamic project in Malayalam cinema.